കൊല്ലത്ത് അയൽവാസിയുടെ ഗർഭിണിയായ പശുവിനെ കടത്തിക്കൊണ്ടുവന്ന് കൊന്നിറച്ചിയാക്കിയ യുവാവ് പരവൂർ പോലീസ് പിടിയിൽ. ചിറക്കര ഒഴുകുപാറ തെങ്ങുവിള കോളനിയിലാണ് സംഭവം നടന്നത്. പ്രദേശവാസിയായ ജയപ്രസാദിന്റെ ഉടമസ്ഥയിലുള്ള പശുവിനെ പ്രതി ജയകൃഷ്ണൻ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഇത് ജയകൃഷ്ണൻ തന്നെ തന്റെ സുഹൃത്തിനെ അറിയിച്ചു. സഹായവും തേടി. എന്നാൽ സഹായം നിരസിക്കുകയും പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ധരിപ്പിക്കുകയും ചെയ്തതാണ് സംഭവം പുറത്തറിയാൻ ഇടയാക്കിയത്. രാത്രിയിൽ തന്നെ പരവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പുലർച്ചെ ജയപ്രസാദിന്റെ ഫാമിലെ ജീവനക്കാരി എത്തി നോക്കുമ്പോൾ തൊഴുത്തിൽ പശുവില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ ജയകൃഷ്ണന്റെ വീടിന്റെ അടുക്കളയിൽ ചത്ത നിലയിൽ പശുവിനെ കണ്ടെത്തിയത്. മൃഗീയമായ രീതിയിൽ ചുറ്റിക കൊണ്ട് പശുവിന്റെ തലയടിച്ചു പൊളിക്കുകയും കത്തി കൊണ്ട് കുത്തിക്കീറി മാംസമെടുത്ത് ആഹാരമാക്കി എന്ന് പോലീസ് പറയുന്നു. ഈ പരിസരത്തുള്ള ആളുകളോട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല. എന്താ ജോലിക്കൊക്കെ പോണത് 2 ആഴ്ച മുമ്പ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് രാത്രി ഒരു 11 മണിയാവും വീട് ആരോ ആക്രമിച്ചു, അവനെ കുത്തിപ്പരിക്കേൽപ്പിച്ചിട്ടേക്കുന്നു, ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും മുറിവൊക്കെ ആയിട്ട് നിൽക്കുന്നു. കുറച്ച് ആളുകൾ വന്ന് അവനെയും കൊച്ചുങ്ങളെയൊക്കെ ആക്രമിച്ച് വീടടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്ന് നോക്കിയപ്പോഴത്തേക്ക് വീടെല്ലാം പൊളിച്ചിട്ടേക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പശുവിനെ തേടി ആ കുളമ്പ് നോക്കി ഇങ്ങനെ വന്നപ്പോൾ കാണാൻ ഇവിടം വരെ കുളമ്പുണ്ട്. ഞാൻ മെമ്പറെ വിളിച്ചു. മെമ്പറെ ഞാനും കൂടെ ഇതിലെയാണ് നടന്ന് കയറി പോയപ്പം ഇവിടെ ആ ബെഡ്റൂമിൽ ലൈറ്റ് കിടക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ഇടയൊന്ന് വിളി. അപ്പോഴേ നേരത്തെ അങ്ങോട്ട് പിന്നെ രാത്രി അങ്ങോട്ട് 100 വിളിച്ചെന്ന് പറയുന്നു. അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. കൂടുതൽ അന്വേഷണം നടത്തി മറ്റാരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും ഭാര്യയ്ക്ക് പങ്കുണ്ടോ എന്നും കണ്ടെത്തുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതി ജയകൃഷ്ണൻ ലഹരിക്ക് അടിമയാണെന്നും നിരവധി അടിപിടി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും നാട്ടുകാർ പറയുന്നു. വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പശുവിന്റെ ശവം പോസ്റ്റ്മോർട്ടം നടത്തി. പ്രതിയെ പരവൂർ കോടതിയിൽ ഹാജരാക്കി. കൈരളി ന്യൂസ്, കൊല്ലം.